നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പുറത്തിരിക്കുന്ന ഈ ഒരു ക്യാമറ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഈ ഇൻഡോർ യൂണിറ്റിലേക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ കാണുന്ന ക്യാമറയാണ് ലൈവായിട്ട് ഞാനിവിടെ കാണുന്നത്. അത് മാത്രമല്ല വിസിറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഡോർ ഫോൺ യൂണിറ്റ് വരുന്നത്. ഈ കാണുന്നത് ഒരു സെൻട്രൽ ഹബ്ബാണ്, അതായത് ഇതൊരു PoE സ്വിച്ചാണ്. ഈ PoE സ്വിച്ചിൽ നിന്ന് ഒരു സിംഗിൾ കേബിൾ ഇതുണ്ടോ, ഈ ഒരു ബ്ലൂ കേബിൾ നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് പലരും വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെക്കാറുണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ ഗേറ്റിനോടൊക്കെ ചേർന്നിട്ടൊക്കെ സെറ്റപ്പ് ചെയ്യാറുണ്ട്. എന്തായാലും ഈ ഒരു ഡിവൈസിൽ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് പവർ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതൊരു PoE എനേബിൾഡ് ഔട്ട്ഡോർ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ ഇരിക്കുന്ന വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ഒരു PoE സ്വിച്ചിലേക്കാണ് ഒരു കേബിൾ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുതിയ വീട് ചെയ്യുവാണെങ്കിലും പഴയ വീട്ടിൽ ഇത് സെറ്റപ്പ് ചെയ്യുവാണെങ്കിലും, ഇപ്പോൾ പഴയ വീട്ടിലൊന്നും ആരും പവറൊന്നും വലിച്ചിട്ടുണ്ടാവില്ല ഗേറ്റിലേക്കൊന്നും. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുത്ത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും, കാരണം ഈ ഒരു ഡിവൈസിന് പവർ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആരെങ്കിലും വന്നിട്ട് വിസിറ്റർ വന്നിട്ട് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാമറ ഓൺ ആകും. അത് നമുക്ക് ഈ കാണുന്ന 7 ഇഞ്ചിൻ്റെ ഇൻഡോർ യൂണിറ്റിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ വരുന്ന വിസിറ്ററിനോട് സംസാരിച്ചാൽ മതി, കാരണം അയാൾ വന്നിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ കോൾ വന്ന് അയാളെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് അറിയില്ലാത്തൊരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ അവരോടൊന്നും സംസാരിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഇൻഡോർ യൂണിറ്റ് നമുക്ക് വയേർഡായിട്ടും വയർലെസ് ആയിട്ടും കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കേബിളൊക്കെ വലിച്ച് വൃത്തികേടാക്കേണ്ടതെന്ന് തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു ഡിവൈസിന് അങ്ങനെ നമ്മൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ഒരു പവർ കൊടുക്കേണ്ടി വരും. ഒരു 12 വോൾട്ട് അഡാപ്റ്റർ, അതായത് നമ്മുടെ മൊബൈലൊക്കെ കുത്തിയിടുന്ന പോലെ ഈ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ വയേർഡായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് എക്സ്റ്റേണൽ പവറൊന്നും നമ്മൾ കൊടുക്കേണ്ട, കാരണം ഈ ഒരു ഡിവൈസ് PoE എനേബിൾഡ് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ പവറും ഡേറ്റയും ഒരുമിച്ച് ഇതിലൂടെ ട്രാൻസ്ഫർ ചെയ്തോളും. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഒരാൾ വന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ കോള് ബട്ടൺ അമർത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കണം എന്നുള്ള കാര്യം കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റീവ് ടച്ചുള്ള നല്ലൊരു ടാബ് പോലത്തെ ഒരു ഡിവൈസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻഡോർ യൂണിറ്റിൽ ലൈവ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് എഴുതിയേക്കണം കാണാൻ സാധിക്കും. നമ്മൾ ഇതിൽ പ്രസ് ചെയ്യുവാണെങ്കിൽ ഈ പുറത്തിരിക്കുന്ന ഈ ഒരു ക്യാമറ നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഈ ഇൻഡോർ യൂണിറ്റിലേക്ക് കാണാൻ സാധിക്കും. ഇത് ഏതാണ്ട് ഒരു 140 ഡിഗ്രി വ്യൂ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. 360 ഡിഗ്രി ക്യാമറയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഏതാണ്ട് നമുക്ക് ഒരു ഏരിയ, ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ വ്യക്തമായിട്ട് കാണുന്ന രീതിയിലൊരു ഫുൾ HD ക്യാമറയാണ്. 2 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത്. അതുമാത്രമല്ല നമ്മൾ വീടിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന മറ്റ് ക്യാമറകളെ കൂടെ ഈ ഒരു യൂണിറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. അത് ഇതുണ്ടോ, ഈ ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറെ ക്യാമറകളൊക്കെ നമ്മൾ എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരൊറ്റ ഇപ്പോൾ അതെന്തിനു വേണ്ടിയിട്ട് ഈ ഓപ്ഷൻ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു 360 ഡിഗ്രി ക്യാമറയിൽ 360 എന്നൊന്നും പറയണ്ട, ഈ ഒരു ക്യാമറയ്ക്കുള്ളിൽ നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഫ്രണ്ടിൽ ബ്ലൈൻഡ് സ്പോട്ടോ കാര്യങ്ങളോ എല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ക്യാമറ സെപ്പറേറ്റ് വെച്ച് കൊടുക്കാം, ഒരു IP ക്യാമറ. ആ ക്യാമറയെ കൂടെ ഇവിടെ കാണുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലുമൊക്കെ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ സാധിക്കും. അതാണ് മറ്റൊരു ഗുണം. ഇപ്പോൾ ഇവിടെ ഈ സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ സെറ്റിങ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 1-2 സെറ്റിങ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. റിംഗ് ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതൊരു റിംഗ് ടോൺ ആണ്. അതേപോലെ തന്നെ ഇത് മറ്റൊരു റിംഗ് ടോൺ ആണ്. ഇതൊരു വേറെ റിംഗ് ടോൺ ആണ്. അങ്ങനെ 3 ടൈപ്പ് റിംഗ് ടോണുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് വിളിക്കുന്ന ആളുകളോട് നമുക്ക് 1 മിനിറ്റ് മാത്രമാണ് സംസാരിക്കാൻ പറ്റുന്നത്. അതോടുകൂടി കോൾ കട്ടാവും. പിന്നെ അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ കോൾ ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. പിന്നെ കോൾ ഫോർവേഡിങ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 20 സെക്കൻഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു ഡെമോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന സെറ്റിങ്സ് എങ്ങനെയാണ്, 20 സെക്കൻഡ്. ഇപ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൽ ഒന്ന് പ്രസ് ചെയ്യുവാണ്. അയാൾ ആ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ 20 സെക്കൻഡ് ഈ ഇൻഡോർ യൂണിറ്റിലേക്ക് കോൾ വരും. അതാണ് ഞാൻ റിംഗ് ടോൺ ഡ്യൂറേഷൻ 20 സെക്കൻഡ് എന്ന് കൊടുത്തേക്കണം ഇൻഡോർ യൂണിറ്റിൽ. പക്ഷേ ആ 20 സെക്കൻഡിനുള്ളിൽ ഞാൻ കോൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ആ കോൾ ഫോർവേഡ് ചെയ്യും കേട്ടോ. കോൾ ഫോർവേഡിങ് ഡ്യൂറേഷൻ 20 സെക്കൻഡ് ഞാൻ കൊടുത്തേക്കണം. ആ കോൾ ഫോർവേഡ് ചെയ്തിട്ട് എൻ്റെ ഫോണിലേക്ക് കോൾ വരും. അങ്ങനെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനത് ലൈവായിട്ട് ഇപ്പോൾ ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കോൾ വരുന്ന സമയത്തൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഇത് ഭയങ്കര ഹൗളിങ് സൗണ്ടായിരിക്കും. ഇതിനകത്തെല്ലാം സ്പീക്കറും മൈക്കെല്ലാം വരുന്നുണ്ട്, ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ ഞാനതൊന്ന് ഡെമോ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇത്
കസ്റ്റമർ വന്നിട്ട്, കസ്റ്റമർ അല്ലല്ലോ, നമ്മുടെ പുറത്തുനിന്ന് വരുന്ന വിസിറ്റർ വന്നിട്ട് ഇവിടെ ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുവാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ അല്ലെങ്കിൽ പ്രസ് ദിസ് ബട്ടൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി വയ്ക്കാം. ഇപ്പോൾ അറിയില്ലാത്ത ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് സ്വിച്ച് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. അതിനെപ്പറ്റി അറിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എഴുതി ഇവിടെ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഡെമോ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഒരു കോൾ ഇൻഡോർ യൂണിറ്റിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ കോൾ എടുത്താൽ മതി. ക്യാമറ ഇവിടെ വർക്കിംഗ് ആണ് കണ്ടോ. ഇതെങ്ങനെയാണ് കോൾ വരുന്നത്. അപ്പം ഞാനിത് കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഹലോ 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 കണ്ടോ. ഈ രീതിയിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു കോൾ വരും. ആ കോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഞാൻ ആ കോൾ എടുക്കുന്നില്ലെന്ന് വിചാരിക്കും. ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചെന്ന ആ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. ഞാൻ 20 സെക്കൻഡ് റിങ് ചെയ്യാൻ വേണ്ടി വിടുവാണ്. അതിനുശേഷം ഞാൻ ആ കോൾ എടുക്കുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. മൊബൈൽ ഒരല്പം കൊണ്ട് മാറ്റി വെച്ചേക്കാം. ഇതാണ് ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഞാൻ കോൾ ചെയ്യുവാണ്. അപ്പോൾ ഇൻഡോർ യൂണിറ്റിലേക്ക് ഇതേ കോൾ വരുന്നുണ്ട്. 20 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. 20 സെക്കൻഡ് കഴിയുമ്പോൾ കോൾ നേരെ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഫോർവേഡ് ആവും. കണ്ടോ, ഇവിടെ എഴുതി കാണിക്കണം എങ്ങനെയാണ്, വിസിറ്റർ ഫ്രം ഹോം എന്നാണ് എഴുതിയിരിക്കണത്. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും രീതിയിലേക്കൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഹലോ ഹലോ ഇതുണ്ടോ, ഇപ്പോൾ ആ പുറത്തിരിക്കുന്ന ക്യാമറ ഓൺ ആയിട്ടുണ്ട്. പുറത്തിരിക്കുന്ന ക്യാമറ, ഞാൻ സൗണ്ട് ഒന്ന് കുറയ്ക്കാം. പുറത്തിരിക്കുന്ന ക്യാമറ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ആളോട് സംസാരിക്കാം. എവിടെയാണെങ്കിലും നമുക്ക് ലോകത്തിൻ്റെ എവിടെയാണെങ്കിൽ പോലും നമുക്ക് ആ പുറത്ത് വന്നിരിക്കുന്ന വിസിറ്ററോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ലോകത്തിൻ്റെ എവിടെ പോയിരുന്നാലും ഈ പുറത്തിരിക്കുന്ന ഈ ഒരു ക്യാമറയില്ലേ, ഇത് നമുക്ക് ലൈവായിട്ട് നമ്മുടെ ഫോണിൽ കൂടെ തന്നെ കാണാനും സാധിക്കും കേട്ടോ. ഇത് കണ്ടോ, ഈ കാണുന്ന ക്യാമറയാണ് ലൈവായിട്ട് ഞാനിവിടെ കാണുന്നത്. അത് മാത്രമല്ല, വിസിറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ ആ വിസിറ്റേഴ്സ് ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമ്മുടെ ഫോണിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഫോണിലേക്ക് അത് കാണിച്ചു തരും. ഇനി അത് മാത്രമല്ല, ഇനിയുണ്ട്. അതായത് ഇവിടെ നമ്മുടെ മെസ്സേജസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചറിൻ്റെ ഓപ്ഷൻ കണ്ടോ. അപ്പോൾ വന്നിട്ടുള്ള വിസിറ്റേഴ്സിൻ്റെ മുഴുവൻ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെയും നമുക്കത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ആ മെമ്മറി കാർഡ് നമ്മൾ ഈ ഒരു യൂണിറ്റ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ഒരു 16 GB മെമ്മറി കാർഡ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ആ മെമ്മറി കാർഡ് ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു മെമ്മറി കാർഡിൻ്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ അത് സേവ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റുമായിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസുകൾ, അതായത് EM ലോക്കൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലോക്കുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലോക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ തന്നെ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനാണ് ഇവിടെ ഒരു സിമ്പിൾ പോലെ ഇവിടെ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ, ഓപ്പൺ ദി ഡോർ കണ്ടോ, ഡോർ ഓപ്പൺ ചെയ്തു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എക്സ്റ്റേണൽ സെൻസറുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്റ്റേണൽ സെൻസറുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രൊഫൈലിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. അതായത് നമ്മൾ വീട്ടിലുള്ള സമയത്ത് നമുക്കൊരു പ്രൊഫൈൽ ഇടാം. ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ വെളിയിലോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോൾ, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റം മെയ്ഡ് പ്രൊഫൈലും സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പം PIR സെൻസറുകൾ, അതുപോലെ സ്മോക്ക് ഡിറ്ററുകൾ, ഇതങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഡിവൈസ്, ഈ ഒരു യൂണിറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഫൈൽ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സെൻസറുകൾ എനേബിൾ ആകണം, ഡിസേബിൾ ആകണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ഈ ഒരു ഡിവൈസിലൂടെ, അതായത് ഈ
7 ഇഞ്ച് LED ഡിസ്പ്ലേയിലൂടെ നമുക്ക് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിലൂടെ തന്നെ ആ സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ, സ്റ്റേ, അതുപോലെ എവേ, സ്ലീപ്പ്, കസ്റ്റം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മാറ്റുന്ന ഈ കാര്യം, ഇപ്പോൾ ഞാൻ എവേ എന്നുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു ഐക്കൺ നോക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഏതാണ്, സ്റ്റേ എന്നുള്ള ഓപ്ഷനാണ്. ഞാനിവിടെ എവേ എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റുമ്പോൾ കണ്ടോ, റിയൽ ടൈം അത് അപ്പം തന്നെ സ്വിച്ച് ചെയ്തിട്ട് എവയിലേക്ക് മാറി. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്ലീപ്പ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ, സ്ലീപ്പ് പൊസിഷനല്ല, നമ്മൾ സ്ലീപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലീപ്പ് പ്രൊഫൈൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് റിയൽ ടൈം നമ്മുടെ ഡിവൈസിലേക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കിത് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ഡിവൈസുകളെല്ലാം തന്നെ പരസ്പരം ഇൻ്റർനെറ്റ് മുഖേന ലിങ്ക്ഡ് ആണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇൻ്റർകോം കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്നത് കൂടാതെ എന്തൊക്കെ സാധനങ്ങൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ പ്രൈസ്, ഡീറ്റെയിൽസ്, മോഡൽ നമ്പർ എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഔട്ട്ഡോർ യൂണിറ്റ് വളരെ സേഫായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റൽ കേസിങ് ഈ ഒരു കിറ്റിനോടൊപ്പം തന്നെ അവർ തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ സേഫായിട്ട് എന്നാൽ വളരെ വൃത്തിയായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഗേറ്റിലോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഡിവൈസ് വരുമ്പോഴത്തേക്ക് IP65 ആണ്. അതുകൊണ്ട് വാട്ടർ ജെറ്റൊന്നും, അതായത് നമ്മൾ ഫോഴ്സിൽ വെള്ളമൊന്നും ഇതിനകത്തോട്ട് അടിച്ചു കഴിഞ്ഞാലൊന്നും ഇതിനകത്ത് വെള്ളം കയറില്ല. പക്ഷേ നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് മുക്കി പിടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സേഫായിട്ട് നിങ്ങൾ വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു ഷീൽഡ് അല്ലെങ്കിൽ ഷെൽട്ടർ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, വെള്ളം അങ്ങനെ മുകളിൽ കൂടെ ഒഴുകാത്ത രീതിയിൽ. കാരണം IP65 ആണ് ഇത് വരുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ കുറേ പേപ്പറുകളും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ക്രൂ സെറ്റ്, പിന്നെ അതിൻ്റെ കേബിളുകൾ. നമ്മളിപ്പോൾ വൈഫൈയിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പവറൊക്കെ കൊടുക്കേണ്ടി വരും. അതിനുള്ള കേബിളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ 12 വോൾട്ട് അഡാപ്റ്റർ ഇതിനോടൊപ്പം തന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വൈഫൈയിലാണ് കണക്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇക്വിഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് POയിൽ കണക്ട് ചെയ്യാനാണ്. വൈഫൈയിൽ നിങ്ങൾ കണക്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 12 വോൾട്ട് അഡാപ്റ്ററും കൂടെ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബും ചെയ്ത് വയ്ക്കുക. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്കൽ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്.